ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്റർഫേസിംഗ് ചിപ്സ് ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലെ കുറച്ച് MCQs നോക്കാം. കുറച്ച് MCQs നമ്മൾ ക്ലാസ്സിന്റെ ലാസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. കുറച്ച് MCQസും കൂടെ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഈസ് അതർ നെയിം ഓഫ്. ഇപ്പം എന്താണ് നമ്മൾ PPI അല്ലേ, പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇന്റർഫേസിംഗ് IC പഠിച്ചായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? പാരലൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇപ്പം പാരലൽ ഇൻപുട്ട് എന്നുണ്ട്, പാരലൽ ഔട്ട്പുട്ട് എന്നുണ്ട്. ഓപ്ഷൻ ഇപ്പൊ രണ്ടും ഉണ്ട്. പാരലൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ആണ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് 8255 ചിപ്പ്. സോ the answer is option B. The parallel input-output port chip 8255 is also known as programmable peripheral input-output port. So next question is port C of 8255 can function independently as. Port C ne എന്താണ് ഫംഗ്ഷൻ? അത് ഇൻപുട്ട് പോർട്ട് ആണോ? ബി ഔട്ട്പുട്ട് പോർട്ട്, സി എയ്തർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്ട്, ഡി ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട്സ്. അപ്പം ഫംഗ്ഷൻ ഇൻഡിപെൻഡന്റ്ലി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഇൻപുട്ട് പോർട്ട് ആണ്, അതേസമയം ഔട്ട്പുട്ട് പോർട്ടുമായിട്ട് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. സോ എയ്തർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്ട് അല്ലെ. അറ്റ് എ ടൈം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒന്നുകിൽ ഇൻ ചെയ്യുക അല്ലെങ്കിൽ ഔട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഓപ്ഷൻ സി എയ്തർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്ട്. ക്ലിയർ ആണല്ലോ. പോർട്ട് സി ഓഫ് 8255 can function independently as either input or output ports. So next question is all the functions of the ports of 8255 are achieved by programming the bits of an internal register called. അപ്പോൾ നമ്മൾ ഏത് രജിസ്റ്റർ ആണ് ഇതിന്റെ ഫങ്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ കൺട്രോൾ വേർഡ് രജിസ്റ്റർ നമ്മൾ 8255 ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ കൺട്രോൾ വേർഡ് രജിസ്റ്റർ നോക്കിയിരുന്നു. അതിനകത്ത് ഓരോ ബിറ്റും ആണ് അതിന്റെ ഓവറോൾ ഫങ്ഷൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് കൺട്രോൾ വേർഡ് രജിസ്റ്റർ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഡേറ്റ ബസ് ബഫർ ഈസ് കൺട്രോൾഡ് ബൈ. ഡേറ്റ ബസ് ബഫറിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ആണ് ഡേറ്റ ബസ് ബഫറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ 8255ന്റെ ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസർ കിട്ടും. സോ ദ ഡേറ്റ ബസ് ബഫർ ഈസ് കൺട്രോൾഡ് ബൈ എന്താണ്? റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. സോ ദ ആൻസർ ഈസ് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്. Next question is the input provided by the microprocessor to read write control logic is. ഇപ്പൊ എന്തൊക്കെയാണ് ഇൻപുട്ട്? റീഡ് റൈറ്റ് കൺട്രോൾ ലോജിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്സ് ഏതൊക്കെയാണ്? ബ്ലോക്ക് ഡയഗ്രത്തിലുണ്ട്, റീസെറ്റ് ഉണ്ട്, A1 ഉണ്ട്, ദെൻ റൈറ്റ് ആക്റ്റീവ് ലോ. അപ്പൊ ഇതെല്ലാം അതുപോലെ റീഡ് ഇതെല്ലാം അതിനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ഏതൊക്കെയാണ്? റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്. അപ്പൊ 8255ന്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം അതിനകത്തേക്ക് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിലേക്ക് വന്നേക്കുന്ന ഇൻപുട്സ് ഏതൊക്കെയായിരുന്നു? റീഡ് ആക്റ്റീവ് ലോ, റൈറ്റ് ആക്റ്റീവ് ലോ, ദെൻ A1 A0 റീസെറ്റ്. ഇത്രയും പിൻസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ ഓപ്ഷൻ ഇസ് ഡി, ഓൾ ഓഫ് ദി മെൻഷൻഡ്. Next question is the port that is used for the generation of handshake signals in mode 1 or mode 2 is. അപ്പൊ എന്താണ്? ഹാൻഡ് ഷേക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചായിരുന്നു ഹാൻഡ് ഷേക്കിങ്ങിന് ഇതിനകത്ത് 3 പോർട്സ് ആണുള്ളത് അല്ലെ. പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി. അതുപോലെ തന്നെ ഗ്രൂപ്പ് എ കൺട്രോളും ഗ്രൂപ്പ് ബി കൺട്രോളും ഉണ്ട് അല്ലെ. അപ്പോഴത്തേക്കും ഇതിനകത്ത് പോർട്ട് എയും പോർട്ട് സിയുടെ പകുതിയും കൂടാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത്. അതുപോലെ പോർട്ട് ബിയും ഗ്രൂപ്പ് സിയുടെ ബാക്കി റിമൈനിങ് കൂടാണ് ഗ്രൂപ്പ് ബി കൺട്രോളിൽ വരുന്നത്. അപ്പൊ തന്നെ നമ്മൾ മോഡ്സ് ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞിരുന്നു
പോർട്ട് സി ആണ് ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോർട്ട് സിയിൽ തന്നെ അപ്പറും ലോവറും ഓപ്ഷനിലുണ്ട്. അപ്പൊ പോർട്ട് സി ആണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ പോർട്ട് സി അപ്പർ ആണോ പോർട്ട് സി ലോവർ ആണോ എന്ന് നോക്കി വെക്കുക. The port that is used for the generation of handshake lines in mode 1 or mode 2. അപ്പൊ മോഡ് 1ലും മോഡ് 2ലും ഹാൻഡ് ഷേക്കിന് ഉപയോഗിക്കുന്നത് പോർട്ട് സി അപ്പർ ആണ്. സോ port C upper is used for the generation of handshake lines in mode 1 or mode 2. Next question, if A1 equal to 0, A0 equal to 1, then the input read cycle is performed from. അപ്പോൾ അത് നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം A1 A0 ചിപ്പ് സെലക്ട് ആണ് ആദ്യത്തത് അല്ലേ? ചിപ്പ് സെലക്ട് ആക്റ്റീവ് ലോ പിൻ. അപ്പൊ അത് 0 ആകുമ്പോൾ മാത്രമേ നമ്മുടെ 8255 IC എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ. ദെൻ അത് 1 ആകുമ്പോഴത്തേക്കും നോ സെലക്ഷൻ. അപ്പൊ അതാണ് ഫസ്റ്റ് കോളം. ദെൻ സെക്കൻഡ് കോളത്തിൽ ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് രണ്ട് പിൻസ് ഉണ്ട് അല്ലേ, A0 A1. ആ A0 A1 എന്നുള്ളതിൽ അതിൻ്റെ വാല്യൂസ് അനുസരിച്ചാണ് ഏത് പോർട്ടാണ് സെലക്ട് ചെയ്തതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് ഈ ടേബിൾ കൂടെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സോ A0 A1 അല്ലെങ്കിൽ A1 ആണ് MSB ബിറ്റ്, A0 ആണ് LSB ബിറ്റ് അല്ലേ? അപ്പൊ 00 വന്നാൽ പോർട്ട് A സെലക്ട് ചെയ്യും. അതുപോലെ 01 വന്നാൽ പോർട്ട് B, 10 വന്നാൽ പോർട്ട് C. അത് ആ ഓർഡറിൽ തന്നെയാണ്. 0 ഫോർ പോർട്ട് എ, 1 ഫോർ പോർട്ട് ബി, 2 ഫോർ പോർട്ട് സി അല്ലേ? അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആണ്. 00 ആകുമ്പോൾ പോർട്ട് എ, 01 ആകുമ്പോൾ പോർട്ട് ബി, 10 ആകുമ്പോൾ പോർട്ട് സി. അതിന്റെ അഡ്രസ് ഒന്ന് നോക്കി വെക്കുക, 808, 81H, 82H. ആൻഡ് ദെൻ ബോത്ത് 1 ആകുമ്പോഴത്തേക്കും 3 ആകുമ്പോഴത്തേക്കും നമുക്ക് സെലക്ട് ആവുന്നത് കൺട്രോൾ രജിസ്റ്റർ ആണ്. അതായത് 11 A0യും 1 A1 1 ആകുമ്പോൾ കൺട്രോൾ രജിസ്റ്റർ ആണ്. അതിന്റെ അഡ്രസ് 83H. അപ്പൊ ഇത്രയും ഈ ടേബിൾ 8255 ആയിട്ട് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. MCQs ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പൊ ഓക്കെ ആണല്ലോ. 00 ആണെങ്കിൽ പോർട്ട് എ, 01 ആണെങ്കിൽ പോർട്ട് ബി, 10 ആണെങ്കിൽ പോർട്ട് സി, 11 ആണെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 10 അല്ലേ? സോറി 01. A1 0യും A0 1. അപ്പൊ ഏത് പോർട്ട് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്? പോർട്ട് ബി. അപ്പൊ അതിന്റെ ആൻസർ കിട്ടിയല്ലോ. സോ ഇഫ് A1 ഈക്വൽ ടു 0, A0 ഈക്വൽ ടു 1, then the input read cycle is performed from എവിടെ നിന്നായിരിക്കും? ഇതിനകത്ത് പോർട്ട് ബി ഓപ്ഷനുള്ള സെക്കൻഡ് ആണ് പോർട്ട് ബി ടു ഡേറ്റാ ബസ്. അതുകൊണ്ട് അതിന്റെ ആൻസർ എന്താണ്? പോർട്ട് ബി ടു ഡേറ്റാ ബസ്. നെക്സ്റ്റ് ഇസ് ദ ഫംഗ്ഷൻ ഡേറ്റാ ബസ് ട്രൈസ്റ്റേറ്റഡ് ഈസ് പെർഫോംഡ് വെൻ. അപ്പൊ അത് ഇതിനകത്തുനിന്ന് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വേർഡ് ആണ് ഡേറ്റാ ബസ് ട്രൈസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ. So the function data bus tristated is performed when. അപ്പൊ ഈ tristated എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ഡി ആണ്. ചിപ്പ് സെലക്ട് എന്നുള്ളത് ആക്റ്റീവ് ലോ ആണ് അല്ലേ? ആ ചിപ്പ് സെലക്ട് 0യോ 1ഓ ആകാം. ബട്ട് റീഡും റൈറ്റും എന്തായിരിക്കണം? 1 ആവണം. ഒന്നുകിൽ ചിപ്പ് സെലക്ട് 0 ആക്കിക്കൊണ്ട് റീഡും റൈറ്റും 1 ആവുക, അല്ലെങ്കിൽ ചിപ്പ് സെലക്ട് 1 ആക്കിക്കൊണ്ട് റീഡും റൈറ്റും എന്താവുക? 1 ആവുക. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ, ഈ രണ്ട് പോസിബിലിറ്റി വന്നു കഴിഞ്ഞാലും അതെന്താണ്? ദ ഡേറ്റാ ബസ് ഇസ് ട്രൈസ്റ്റേറ്റഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. സോ ദ ഡേറ്റാ ബസ് ഇസ് ട്രൈസ്റ്റേറ്റഡ് when chip select pin equal to 1 or chip select pin equal to 0 and read and write signals are high, that is 1. അപ്പോൾ കണ്ടീഷൻ ഇതാണ്. ചിപ്പ് സെലക്ട് 0, റീഡ് റൈറ്റ് 1 1. അതുപോലെ ചിപ്പ് സെലക്ട് 1, റീഡ് റൈറ്റ് 1 1. എന്നാലും നമുക്ക് എന്തെന്ന് പറയാം? ഡേറ്റാ ബസ് ട്രൈസ്റ്റേറ്റഡ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് the pin that clears the control word register of 8255 when enabled is.
അപ്പൊ ആ കൺട്രോൾ വേർഡ് രജിസ്റ്ററിനെ ക്ലിയർ ചെയ്യിക്കുന്ന 8255 പിൻ ഏതാണ്? റീസെറ്റ് എന്നുള്ളൊരു പിൻ ഉണ്ട് അല്ലേ? ആ കൺട്രോൾ ലോജിക്കിനോട് ചേർന്നിട്ട് നമുക്ക് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിനകത്ത് ഒരു റീസെറ്റ് പിൻ ഉണ്ട്. ആ റീസെറ്റ് പിൻ ആണ് കൺട്രോൾ വേർഡ് രജിസ്റ്ററിലെ റീസെറ്റ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യിക്കുന്നത്. So if the reset pin is enabled, the control word register is cleared. അപ്പോൾ റീസെറ്റ് പിൻ നമ്മൾ ഇനേബിൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ കൺട്രോൾ വേർഡ് രജിസ്റ്റർ എന്താകും? ക്ലിയർ ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 48255. Then which is the commonly used programmable interface and particular used to provide handshaking? അപ്പോൾ ഒരു പ്രോഗ്രാമബിൾ ഇന്റർഫേസ് ആണ്. ദെൻ യൂസ് ടു പ്രൊവൈഡ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? 8255. അതിനകത്ത് ഹാൻഡ് ഷേക്കിംഗ് മോഡിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മോഡ് ഈസ് യൂസ്ഡ് ഫോർ സിമ്പിൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ്? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, മോഡ് 0. മോഡ് 0യിൽ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്, ഹാൻഡ് ഷേക്കിംഗ് ഇല്ല. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ നമുക്കറിയാം 8 ബിറ്റ്സ് ആണുള്ളത്, D0 തൊട്ട് D7 വരെ. ഈ D7 എന്നുള്ള വാല്യൂ ആണ് എന്താണ്? ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡിലാണോ IO മോഡിലാണോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് 0 ആണെന്നുണ്ടെങ്കിൽ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡും 1 ആണെന്നുണ്ടെങ്കിൽ IO മോഡും അല്ലേ? അപ്പൊ അത് ഞാൻ റിഫ്രഷ് ചെയ്യാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അത് നോക്കിയിരുന്നു. ഇപ്പൊ MCQ വന്നുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് പറയാം. സോ 2 മോഡ്സ് ആണ്, ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡും IO മോഡും അല്ലേ? ഈ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ D0 തൊട്ട് D7 എന്നുള്ള കൺട്രോൾ രജിസ്റ്ററിൽ D7th പിന്ന് അല്ലെങ്കിൽ D7 പൊസിഷനിലെ വാല്യൂ 0 ആവുമ്പോഴും ബിറ്റ് സെറ്റ് മോഡും 1 ആവുമ്പോൾ എന്താണ്? IO മോഡുമാണ് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. ദെൻ ഈ ടേബിൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിൾ അങ്ങ് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പം ഇനി ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡിൽ എന്താണ്? പോർട്ട് C ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, പോർട്ട് C ആണ് ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡിൽ. നോ എഫക്റ്റ് ഓൺ IO മോഡ്. നെക്സ്റ്റ് IO മോഡിൽ തന്നെ നമുക്ക് 3 മോഡ്സ് ഉണ്ട്. ഏതാണ്? IO മോഡിൽ തന്നെ മോഡ് 0 ഉണ്ട്, മോഡ് 1 ഉണ്ട്, മോഡ് 2 ഉണ്ട് അല്ലേ? അപ്പൊ മോഡ് 0, മോഡ് 1, മോഡ് 2. ഈ മോഡ് 0 എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും സിമ്പിൾ IO പോർട്സ് ആണ്. അപ്പൊ മോഡ് 0യിൽ A, B and C ആക്സസ് സിമ്പിൾ ഇൻപുട്ട് ഓർ സിമ്പിൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്സ്. ഓക്കെ ആണല്ലോ. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് എന്ന് പറഞ്ഞാൽ again classified into 3 modes, that is mode 0, mode 1, mode 2. മോഡ് 0 എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ മോഡ് 1 എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഷേക്ക് ആണ് അല്ലേ? ഹാൻഡ് ഷേക്ക് IO ഫോർ പോർട്സ് A and B. പോർട്ട് എയും ബിയും ഹാൻഡ് ഷേക്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പോർട്ട് എയോ പോർട്ട് ബിയോ ഹാൻഡ് ഷേക്കിൽ വർക്ക് ചെയ്യാം. പോർട്ട് C ബിറ്റ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ മോഡ് 1 ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. മോഡ് 1 എന്ന് പറഞ്ഞാൽ പോർട്ട് എയും ബിയും ഹാൻഡ് ഷേക്ക് IO പോർട്സ് ആയിട്ട് ഉപയോഗിക്കും. ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? പോർട്ട് C ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മോഡ് 2. സോ നെക്സ്റ്റ് ഈസ് മോഡ് 2 ഓഫ് IO പോർട്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഡയറക്ഷണൽ ഡേറ്റാ ബസ് ഫോർ പോർട്ട് A. അപ്പൊ മോഡ് 2ൽ വർക്ക് ചെയ്താൽ ഡേറ്റാ ബസ്, പോർട്ട് എയുടെ ഡേറ്റാ ബസ് എന്തായിരിക്കും? ബൈ ഡയറക്ഷണൽ ആയിരിക്കും. പോർട്ട് B എന്ന് പറഞ്ഞാൽ മോഡ് 0യിലോ മോഡ് 1ലോ നമുക്ക് വർക്ക് ചെയ്യിക്കാം. പോർട്ട് C എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഷേക്കിന് ഉപയോഗിക്കാം. അപ്പൊ ഈ 2 കേസിലും പോർട്ട് C ബിറ്റ്സ് ഹാൻഡ് ഷേക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ബട്ട് മോഡ് 1ലാണെങ്കിൽ
ഹാൻഡ് ഷേക്ക് IO ഫോർ പോർട്ട്സ് എ ആൻഡ് പോർട്ട് ബി ആണ്. ബട്ട് മോഡ് 2-ലാണെങ്കിൽ പോർട്ട് എ ബൈഡയറക്ഷണൽ മോഡിലും പോർട്ട് ബി മോഡ് 0-ലോ മോഡ് 1-ലോ വർക്ക് ചെയ്യിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചിരുന്നാൽ നമുക്ക് കുറെ MCQs നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി അതിന്റെ ബ്ലോക്ക് ഡയഗ്രവും ദെൻ അതിന്റെ ഈ ഒരു മോഡിന്റെ ഒരു ഫംഗ്ഷനും ഓർത്തിരിക്കുക. പിന്നെ ഹാൻഡ് ഷേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് സിഗ്നൽസിന്റെ ആ പൊസിഷൻ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നും കൂടെ പറയാം. D0 തൊട്ട് D7 വരെയുള്ള കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ D7 പിന്നാണ്, സോറി D7 ബിറ്റാണ്. 0-ഉം 1-ഉം ആവുന്നതനുസരിച്ച് ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡും IO മോഡും ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ 0 ആണെങ്കിൽ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ്, 1 ആണെങ്കിൽ IO മോഡ്. IO മോഡിൽ തന്നെ അഗെയിൻ 3 മോഡ്സ് ഉണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2. മോഡ് 0 ആണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും 3 പോർട്ടുകളും സിമ്പിൾ IO പോർട്ട്സ് ആയിട്ട് വർക്ക് ചെയ്യും. മോഡ് 1-ലാണെന്നുണ്ടെങ്കിൽ എയും ബിയും ഹാൻഡ് ഷേക്ക് IO പോർട്ട്സ് ആണ്. പോർട്ട് സി ബിറ്റ്സ് ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദെൻ മോഡ് 2 ആണെങ്കിൽ പോർട്ട് എ ബൈഡയറക്ഷണൽ ആണ്. പോർട്ട് ബി മോഡ് 0, മോഡ് 1-ൽ വർക്ക് ചെയ്യും. പോർട്ട് സി എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സോ അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വിച്ച് മോഡ് ഈസ് യൂസ്ഡ് ഫോർ സിമ്പിൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ്. അപ്പൊ അത് വിത്തൗട്ട് ഹാൻഡ് ഷേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതാണ്? IO മോഡിലെ മോഡ് 0 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പോർട്ട് സി യൂസ്ഡ് ഫോർ പോർട്ട് ബി ഇൻ 8255 മോഡ് 1. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ആ വാല്യൂസ് നമ്മൾ പോർട്ട് ബിക്ക് ഏതാണ് പോർട്ട് എക്ക് ഏതാണ് എന്നുള്ളത് ഓരോ മോഡിലും ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. So which port C pins are used for port B in 8255 mode 1? അപ്പോൾ 8255-ലെ മോഡ് 1-ൽ പോർട്ട് ബിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് സി പിൻ ഏതാണെന്നാണ്. അപ്പൊ പോർട്ട് സിയും PC0 തൊട്ട് PC7 വരെ ഉള്ളത് 8-bit പിന്നാണ്. അപ്പൊ അതിൽ മോഡ് 1-ലെ പോർട്ട് ബിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? PC0 തൊട്ട് PC2 വരെയാണ് കേട്ടോ. അപ്പൊ PC0 ടു PC2 വരെ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് മോഡ് ഈസ് യൂസ്ഡ് ഫോർ സിംഗിൾ ഹാൻഡ് ഷേക്ക് ഇൻ 8255? സിംഗിൾ ഹാൻഡ് ഷേക്ക് ഉപയോഗിക്കുന്നത് മോഡ് 1 ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു സിംഗിൾ ഹാൻഡ് ഷേക്ക് അല്ലേ. ഡബിൾ ഹാൻഡ് ഷേക്ക് എന്ന് ചോദിച്ചാൽ മോഡ് 2 ആണ്. ഓക്കെ, സോ വിച്ച് മോഡ് ഈസ് യൂസ്ഡ് ഫോർ സിംഗിൾ ഹാൻഡ് ഷേക്ക് ഇൻ 8255? മോഡ് 1. ഡബിൾ ഹാൻഡ് ഷേക്ക് ഇൻ 8255 മോഡ് 2. ദെൻ സാധാ സിമ്പിൾ IO പോർട്ട് ചോദിച്ചാലോ മോഡ് 0. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ യൂസ്ഡ് ഫോർ പോർട്ട് ഇൻ A in 8255 മോഡ് 1. അപ്പം പോർട്ട് എയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മോഡ് 1-ൽ PC3 തൊട്ട് PC5 വരെ. അപ്പൊ മോഡ് 1-ൽ പോർട്ട് ബി എന്ന് പറഞ്ഞാൽ PC0 to PC2 ആണ്. PC0 to PC2. മോഡ് 1-ൽ പോർട്ട് എക്ക് ഉപയോഗിക്കുന്നത് PC3 തൊട്ട് PC5 ആണ്. സോ PC3 to PC5 പോർട്ട് എ ആൻഡ് PC0 to PC2. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി അല്ലേ അത് പോർട്ട് ബിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ യൂസ്ഡ് ഫോർ ഹാൻഡ് ഷേക്ക് ലൈൻസ് ഫോർ പോർട്ട് എ ഇൻ 8255 മോഡ് 2. അപ്പൊ ഹാൻഡ് ഷേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതാണ്? പോർട്ട് എക്ക് മോഡ് 2-ൽ. അതും PC തന്നെയാണ്, പക്ഷെ അത് നോക്കുക PC3 തൊട്ട് PC7. PC3, PC4, PC5, PC6, PC7 അത്രയാണ് ഹാൻഡ് ഷേക്കിന് വേണ്ടിയിട്ട് മോഡ് 2-ൽ പോർട്ട് എക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ ആ PC ഏത് പോർട്ടിൽ തന്നെ ഏത് ബിറ്റ്സ് ആണെന്നുള്ളത് ഇത്തിരി കൺഫ്യൂഷൻ ആണ്. അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഹാൻഡ് ഷേക്ക് അപ്പം മോഡ് 1-ൽ പോർട്ട് എക്ക് PC3 തൊട്ട് PC5 വരെ, പോർട്ട് ബിക്ക് PC0 തൊട്ട് PC2 വരെ. ദെൻ മോഡ് 2-ൽ പോർട്ട് എക്ക് ഹാൻഡ് ഷേക്കിങ്ങിന് ഉപയോഗിക്കുന്നത് എത്രയാണ്? PC
3 തൊട്ട് PC7 വരെയാണ്. ഓക്കെ. Next question is the number of hardware interrupts that the processor 8085 consists of. അത് ജസ്റ്റ് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് മൈക്രോ പ്രോസസർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇന്റർഫേസ് ചെയ്യുന്ന ഒരു ചിപ്പാണ് ആര് 8259 അല്ലേ. അപ്പൊ അതിനകത്ത് അപ്പൊ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് ഓഫ് 8085 ആണ്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. അതൊന്ന് റിഫ്രഷ് ചെയ്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ രജിസ്റ്റർ ദാറ്റ് സ്റ്റോർസ് ഓൾ ദ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് in order to serve them one by one on a priority basis. അതിന്റെ ആൻസർ എന്താണ്? നമുക്ക് എല്ലാ ഇന്ററപ്റ്റ് റിക്വസ്റ്റും എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. 8259 ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ 8259 the register that stores all the interrupt requests in order to serve them one by one on a priority basis. എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ. അപ്പൊ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ആണ് ആ ഇന്ററപ്റ്റ് 8259 ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ റിക്വസ്റ്റും എല്ലാ ഇന്ററപ്റ്റ്സും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ലാസ്റ്റ് 8259 ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അത് നോക്കിയിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാം 8259 റിലേറ്റ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഇസ് the register that stores the bits required to mask the interrupt inputs. In 8259, so the register that stores the bits required to mask the interrupts input in 8259 ഏതാണ്? അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ. അപ്പൊ 8259 മാസ്ക് ചെയ്യുന്ന ബിറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എവിടെയാണ്? ഇന്ററപ്റ്റ്സ് മാസ്ക് രജിസ്റ്റർ ആണ്. Okay. So interrupt mask register operates on interrupt request register at the direction of the priority resolver. അപ്പൊ priority resolver ഈ interrupt request registerഉം interrupt service routineഉം interrupt mask registerഉം കണക്റ്റഡ് ആണ് അല്ലേ. അപ്പം ഏതാണ് ആദ്യം എടുക്കേണ്ടത്, ഏതാണ് മാസ്ക് ചെയ്യിക്കേണ്ടത് എന്നുള്ള priority resolverന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ interrupt mask register interrupt request registerൽ ആക്ട് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ 8259, the interrupt control logic. ഇപ്പൊ interrupt control logic എന്താ ചെയ്യുന്നത്? So ആ interrupt control logic, it manages interrupts, manages interrupt acknowledge signals, accept interrupt acknowledge signal, all of the mentioned. അപ്പൊ നമുക്കറിയാം അതിനകത്ത് interrupt control logic അസോസിയേറ്റ് ചെയ്തിട്ട് 2 പിൻ ഉണ്ട്. interrupt റിക്വസ്റ്റും ഇന്ററപ്റ്റ് പിന്നും അല്ലേ. അപ്പൊ അത് എന്ത് ചെയ്യുക? അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അത് വാങ്ങിക്കുന്നുണ്ട് ഇന്ററപ്റ്റിന്, പിന്നെ അതിനെ മാനേജ് ചെയ്യിക്കുന്നുണ്ട്. അതിനെ മ്യൂപ്പിയിലേക്ക് അറിയിക്കുന്നുണ്ട് അത് കിട്ടിയെന്നുള്ളത് അല്ലേ. അത് സ്വീകരിച്ചിട്ട് മ്യൂപ്പിക്ക് അക്നോളജ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം അതിന്റെ ഫംഗ്ഷൻ ആണ്. സോ all of the mentioned above are the functions of interrupt control logic in 8259. So the interrupt control logic performs all the operations that are involved within the interrupts, like accepting and managing interrupt acknowledge signals and interrupts. Okay ആണല്ലോ. Next question, in a cascaded mode the number of vectored interrupts provided by 8259 is. അപ്പോൾ ഒരു കാസ്കേഡഡ് മോഡിൽ നമ്മൾ ക്ലാസ്സിൽ 8259 പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാസ്കേഡഡ് മോഡിൽ നമുക്ക് 8259 ഒരുപാട് 8259 നമുക്ക് മ്യൂപ്പി ആയിട്ട് ഇന്റർഫേസ് ചെയ്തിട്ട് അപ് ടു 64 ഇന്ററപ്റ്റ് ലെവൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ. സോ ദ ഓപ്ഷൻ ഈസ് D64. A single 8259 provides 8 vectored interrupts ആണ് അല്ലേ. IR0 തൊട്ട് IR7 വരെയുള്ള 8 vectored interrupts ആണുള്ളത്. കാസ്കേഡ് മോഡിൽ നമുക്ക് 64 vectored interruptsന് വരെ എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യിക്കാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ കാസ്കേഡഡ് മോഡ് we can make the 8259 to handle up to a number of 64
interrupts. Okay. Next question is, when the PS active low or EN active low pin of 8259 used in buffered mode, then it can be used as a. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു ബഫേർഡ് മോഡിലും നോൺ ബഫേർഡ് മോഡിലും അല്ലേ. ബഫേർഡ് മോഡിലാണ് SP അല്ലെങ്കിൽ PS സ്ലേവ് മാസ്റ്റർ സ്ലേവ് ബാർ EN എന്നുള്ളൊരു പിന്ന് 8259 അപ്പൊ അത് ബഫേർഡ് മോഡിലാണെങ്കിൽ എന്താണ് ബഫർ ഇനേബിൾ ചെയ്യും. നോൺ ബഫേർഡ് മോഡിലാണെങ്കിൽ അത് മാസ്റ്റർ സ്ലേവ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് ബി, ബഫർ ഇനേബിൾ. So when the pin is used in buffered mode, then it can be used as a buffer enable to control buffer transceivers, trans receivers. If it is not used in buffered mode, then the pin is used as input to designate whether the chip is used as a master or a slave. അപ്പോൾ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ബഫേർഡ് മോഡിലാണെങ്കിൽ ബഫറിനെ ഇനേബിൾ ചെയ്യിക്കും ഇല്ലേ. ടു കൺട്രോൾ ബഫർ ട്രാൻസ്മിഷൻ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ബഫറിനെ ഇനേബിൾ ചെയ്യിക്കും. അത് നോൺ ബഫേർഡ് മോഡിലാണെങ്കിൽ അല്ലെ ബഫേർഡ് മോഡിൽ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിപ്പിനെ 8259 എന്നുള്ള ചിപ്പിനെ മാസ്റ്റർ മോഡിലാണോ സ്ലേവ് മോഡിലാണോ വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതും ഈ പിന്നാണ്. ഓക്കെ ആണല്ലോ. Next question is, once the ICW1 is loaded, then the initialization procedure involves. So the answer is all of the mentioned above. Adjacent circuit is reset, IMR is cleared, slave mode address is set to 7. അപ്പം അത് ഒരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതൊന്ന് നോക്കി വെക്കുക. ICW1 എന്നുള്ള അത് രജിസ്റ്റർ ലോഡ് ആവുമ്പോഴത്തേക്കും ആ ഇനിഷ്യലൈസേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? എഡ്ജസെന്റ് സർക്യൂട്ട് റീസെറ്റ് ചെയ്യും, IMR ക്ലിയർ, ഇന്ററപ്റ്റ് മാസ്റ്റർ രജിസ്റ്റർ ക്ലിയർ ആവും, സ്ലേവ് മോഡ് അഡ്രസ് സെറ്റ് ടു 7 ആണ്. സോ ഓൾ ഓഫ് ദി മെൻഷൻഡ് എബോവ് ആണ്. So the initialization procedure involves, അപ്പോൾ ആ ഇനിഷ്യലൈസേഷൻ പ്രൊസീജിയറിനകത്ത് വരുന്നതാണ് എഡ്ജ് സർക്യൂട്ട് റീസെറ്റ്, IMR ക്ലിയർ ആവും, then IR7 input is assigned the lowest priority, slave mode address is set to 7, special mask mode is cleared and the status read register is set to IRR. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനിഷ്യലൈസേഷൻ പ്രൊസീജിയറിൽ വരുന്നതാണ്. അപ്പോൾ 8259ന്റെ ഇനിഷ്യലൈസേഷൻ പ്രൊസീജിയറിനകത്ത് വരുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. എന്തൊക്കെയാണ്? ഇപ്പം ഇന്ററപ്റ്റ് കൺട്രോൾ വേൾഡ് ലോഡ് ആവുമ്പോഴത്തേക്കും, അതായത് ഒരു ഇന്ററപ്റ്റ് വന്നു 8259 ഹാൻഡിൽ ചെയ്യാൻ ഒരു ഇന്ററപ്റ്റ് വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഇനിഷ്യലൈസേഷൻ പ്രൊസീജിയർ ആണിത്. അത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എഡ്ജസെന്റ് സർക്യൂട്ട് റീസെറ്റ് ആവും, IMR ക്ലിയർ ആവും, IR0 തൊട്ട് IR7 വരെ ഉണ്ട്. അതിൽ IR7 പിന്നിൽ ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. അതുപോലെ സ്ലേവ് മോഡ് അഡ്രസ് സെറ്റ് ടു 7 ആണ്. ദെൻ സ്പെഷ്യൽ മാസ്ക് മോഡ് ഈസ് ക്ലിയർഡ് ആൻഡ് സ്റ്റാറ്റസ് റീഡ് ഈസ് സെറ്റ് ടു IR. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ നോൺ സ്പെസിഫിക് EOI കമന്റ് ഈസ് ഇഷ്യൂഡ് ടു 8259A, it will automatically reset the interrupt service routine. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. When non-specific EOI command is issued to 8259A, it will automatically reset the highest interrupt service routine. അപ്പോൾ ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള EOI കമാൻഡ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിനെ എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യിക്കും. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, in the application where all the interrupting devices are of equal priority, the mode used is. അപ്പോൾ എല്ലാ interrupting ഡിവൈസസിനും ഒരേ പ്രയോറിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഓപ്ഷൻ എ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ, ഓപ്ഷൻ ബി ഓട്ടോമാറ്റിക് EOI മോഡ്, സ്പെസിഫിക് റൊട്ടേഷൻ EOI. അപ്പോൾ അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് പ്രയോറിറ്റി റിസോൾവർ ഉണ്ട്. അതുകൂടാതെ നമുക്ക് എല്ലാത്തിനും ഒരേ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ആണ്. സോ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ഈസ് യൂസ്ഡ്
in the applications where all the interrupting devices are of equal priority. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ നോക്കിയിരുന്നുണ്ട്. ഇന്റർഫേസിങ് ചിപ്സുമായിട്ട് പഠിച്ചു വെക്കുക. ഇത് കണ്ട MCQs എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത കുറച്ച് ഇന്റർഫേസിങ് ചിപ്സ്, ഒരു 3 ഇന്റർഫേസിങ് ചിപ്സും കൂടെ സിലബസിൽ പറയുന്നുണ്ട്. അതൊന്ന് നോക്കിയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് MCQസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.